Hey everyone, welcome back to my YouTube channel. അപ്പോൾ ഇത് കോഴിക്കോട് പോകുന്ന ഫാമിലിൻ്റെയൊക്കെ ഉണ്ട് ഒരു ചെറിയ വ്ളോഗാണ്. അങ്ങനെ ട്രെയിനിലാണ് കാറിലാണ് പോകേണ്ടത്. കാറിന് ഡോസ് ഇട്ട് നോക്കി. അപ്പോൾ ട്രെയിനിൽ പോകാനായി. എപ്പോൾ കാറിൽ തന്നെ പോകുന്നതുകൊണ്ട് ഇന്ന് ട്രെയിനിൽ പോകാമെന്ന് വെച്ച്. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുക്കാൻ ഞാനും അയിനും പോയി. അങ്ങനെ തിരൂരേക്കുള്ള ടിക്കറ്റാണ് ഫസ്റ്റ് എടുത്തത്. ആ ടൈം എൻ്റെ ഫാമിലി എല്ലാവരും വെയിറ്റ് ആക്കുന്നുണ്ടായി. ഉപ്പാട്ടയും ചായയും സമോസയും കൊണ്ടുത്തന്നു. അതെല്ലാം കുടിച്ചിട്ട് നമ്മൾ ട്രെയിനിന് വെയിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ വന്ന് അങ്ങനെ ട്രെയിനിൽ കയറി പെട്ടെന്ന് തീരുമാനിച്ച കൊണ്ട് ലോക്കൽ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ ടിക്കറ്റിനെ കണ്ടിട്ട് നമ്മൾ റിസർവേഷനിലാക്കി. പിന്നെ ഗുലാബ് ജാമുൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്, അതും ചാമ്പങ്ങയും. എന്നിട്ട് അതെല്ലാം തിന്നു. അങ്ങനെ ഹനാക്ക് എന്തോ കേൾക്കണ്ട, കുറേ ഡാൻസ് എല്ലാം ഉണ്ടായിന് ട്രെയിനിൽ പോകുന്നതുകൊണ്ട്. ഇനും ഈ തീർന്നിട്ട് ഉറങ്ങി. അങ്ങനെ കോഴിക്കോട്ടേക്ക് എത്തി. അങ്ങനെ ആടുന്ന് ഉപ്പ ചായയും വടയെല്ലാം കൊണ്ട് തന്ന് അതെല്ലാം കുടിച്ച് ഉറക്കം വയ്ക്കുന്നതായിട്ട് ബിരിയാണി വാങ്ങി. എൻ്റെ ഉപ്പ കാറ്ററിംഗ് സ്റ്റാളിൽ നിന്ന് എവിടേക്കാ ഓട്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇതാ പോകുന്നത്. ഇതിന്റെ ബാക്ക് പച്ചക്കൊടി കാണിക്കുന്നുണ്ടോ? ഇനക്ക് ഉപ്പ ലൈസ് മീൻ കൊടുത്ത്, അതാണ് ബിങ്കോ. ലോൺ ലൈസ് ആണ് ബാക്കി ഞാൻ എടുക്കണം. ഒരു രൂപ സംസാരിക്കത്തില്ല ഗൈസ്, ഇവർ ഊമകളാണ്. ഗൈസ്, ഇന്ന് യൂട്യൂബിൽ ഇസാന്റെ ചാനലിൽ വാട്ട് എ ഈറ്റ് ഇൻ ചോപ്പ് എന്ന വീഡിയോ വരുന്നതായിരിക്കും. അല്ലേ ഇസ? നിന്ന് ബാബ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കഴിയുന്നത്ര നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. കോഴിക്കോട് എത്തിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഷയെല്ലാം മാറി. ഇവൾ ചാക്കുന്നു ഗൈസ്, ഏത് ഹോട്ടലിൽ കയറുന്നില്ല. എൻ്റെ ഉപ്പ ഓരോരോ ഹോട്ടലിൽ കയറുന്നു കീയുന്നു. ഇവിടുള്ള ഹോട്ടലൊന്നും കാണാൻ ഒരു രസവുമില്ല കേട്ടോ. എൻ്റെ അനിയൻ പാപ്പം നോക്കൂ, ലേസ് തിന്നു നടക്കുകയെന്നറിയില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹോട്ടൽ നാസിസ്. അപ്പോൾ ഹോട്ടൽ നാസിസിൽ ഗൈസ്, നമ്മൾ ഹോട്ടൽ നാസിസിൽ കയറി. നോക്കൂ, ടൂറിസ്റ്റ് മമ്മി മമ്മി എൻ്റെ ടൂറിസ്റ്റ് മമ്മിയെ കണ്ടോ? ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ഹോട്ടലും ഗൈസ്, കോഴിക്കോട് ബീഫ് ബിരിയാണി. എന്താണ് ഇത്? കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ആക്കിയിട്ടാകുമ്പോൾ ഉപ്പ മമ്മറം പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ മമ്മറം പോയി. തിരൂരൊക്കെ ഇറങ്ങി രാത്രി ആയി ഗൈസ്. അവിടെ കണ്ടോ നായി ഓരോരോ കോപ്രായം കാണും. ഇവിടെ കണ്ടോ? എന്റെ ചാനൽ കണ്ടിട്ടുണ്ടോ നായി?
रात्रि समय में खिड़कियों की मास्क न सोए न बैठ। ഗൈസ് നമ്മൾ ഹൽവ മേങ്ങി. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റിക്ഷ സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത്. അങ്ങനെ ഇപ്പോൾ ഒരു റിക്ഷ നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ റിക്ഷയിൽ കയറി അങ്ങനെ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ടായി. അങ്ങനെ നമ്മൾ ഈ വുഡി സാറിന് ഹോട്ടലിൽ റൂം എടുത്ത് അങ്ങനെ നൈറ്റ് ലൈറ്റായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് തിന്നു. അങ്ങനെ തിന്നിട്ട് എല്ലാവരും ഉറങ്ങി. അങ്ങനെ ഡേ 2 രാവിലെ എണിച്ചിട്ട് മോർണിംഗ് വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് അങ്ങനെ നമ്മൾ റെഡിയായി. ഞാൻ കുളിച്ചിട്ട് വന്ന് അങ്ങനെ മേക്കപ്പ് എല്ലാം ഇട്ട് ഒക്കെ ഹന എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് കുട്ടി ട്രാൻസിഷൻ. ഇതാണ് എൻ്റെ ഫാമിലി. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ഫോട്ടോ റൂമിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് പോയി. ഹനയുടെ മുട്ട ഉപ്പാക്കിന്ന എന്നീന് കിച്ചൺ സെറ്റ്. അങ്ങനെ നമ്മൾ മിഠായി തെരുവിൻ്റെ എൻട്രി ആണ് ഇത്. അങ്ങനെ ഇങ്ങോട്ട് കുറേ ഷോപ്പുണ്ട്, എല്ലായിടത്തും നല്ല റേറ്റ് കുറവ് വെക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെരുപ്പിൻ്റെ പീടിയിൽ കയറിയിട്ട് അങ്കും ഇനോക്കും 2 ചെരുപ്പ് മേങ്ങി. പിന്നെ ഇസാക്കൊരു ബെൽറ്റ് മേങ്ങി. അവിടെ വാച്ച് ഉണ്ടായിന്. ഹനാക്കും ഇസാക്കും ഓരോരോ വാച്ചും ഒരു കോടിയും ഇടുന്ന നൈറ്റ് ഡ്രസ്സ് ഉണ്ടായിന്. അതും എല്ലാവർക്കും ഓരോരോ പെയറായിട്ട് മേങ്ങി. അതിൻ്റെ പുറത്ത് ഇയറിങ്സ് സെയിലാക്കുന്നുണ്ടായി. 7 ഇയറിങ്സ് 20 റുപ്യ. അങ്ങനെ ഒരു 4 ഇയറിങ്സ് മേങ്ങി. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ടായി. അതും അങ്ങനെ ഇതെല്ലാം മേങ്ങിയിട്ട് ഫ്രണ്ടിലോട്ടേക്ക് നടന്നിട്ട് പോകുമ്പോൾ നല്ലൊരു ഷോപ്പ് കണ്ട് ഡ്രസ്സിൻ്റെ. അപ്പോൾ ഉപ്പ പറഞ്ഞ് അവിടുന്ന് ഈദിൻ്റെ ഡ്രസ്സ് എടുക്കാം. അങ്ങനെ ഉമ്മ ഡ്രസ്സ് നോക്കുന്നുണ്ട്. അങ്ങനെ നല്ല സെലക്ഷൻസ് എല്ലാം ഉണ്ടായിനവിടെ, കളക്ഷൻസ്. അങ്ങനെ ഇത് ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടാ, എനിക്കൊന്നും എടുത്തിട്ടുണ്ടായിന് ഓൾറെഡി. ഇസാക്കൊരു ജീനും ഹനാക്കൊരു ടോപ്പ് എടുത്ത്. അങ്ങനെ അതും മേങ്ങിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടേക്ക് നടന്നിട്ട് പോകുമ്പോൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ബാബാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ മിഠായി തരുമല്ലേ. അങ്ങനെ അതെല്ലാം മേങ്ങിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടേക്ക് നടക്കുമ്പോൾ സ്കൂൾ ആക്സസറീസിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. ഇവിടെ A to Z സാധനമുണ്ട്. സ്കൂളത്തെ കിച്ചൺ ഐറ്റംസ് ആയെങ്കിലും ഉണ്ട്. അങ്ങനെ അവൾക്ക് ആ ബാഗ് ഇഷ്ടപ്പെട്ടിട്ട് ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ പ്രൈസ് ചോദിക്കുമ്പോൾ നമ്മളെ കാസർഗോഡെല്ലാം ഉണ്ട്, നമ്മുടെ ടൗണത്തെ അതേ റേറ്റ്, നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനം മേങ്ങി അവിടുന്ന് എൻ്റെ അങ്ങനെ പോകുമ്പോൾ ഒരിച്ച 150 ഉണ്ടോ എന്ന് പറഞ്ഞ് ചെരുപ്പിനെല്ലാം നല്ല ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി നോക്കുമ്പോൾ നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മെയിൻ തന്നുകൊണ്ട് ഉമ്മ എടുത്തിട്ട് പിന്നെ ഉമ്മാക്കൊന്നും വേണ്ടായിരുന്നു. നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈം ഇത് ഞാൻ ബൈ ചെയ്യാന്ന് കണ്ടേ. ഈ ചെക്കനൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നുണ്ടായിരുന്നു വീഡിയോക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഹനാക്ക് പുറത്തുനിന്ന് ഈ ഡ്രസ്സ് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഓൾ ഇതിട്ട് നോക്കി. പക്ഷെ അത് കുറച്ച് ചെറുതായതുകൊണ്ട് ഓളത് എടുത്തിട്ടാ, വേറെ പീസ് ഉണ്ടായിട്ടാ. അങ്ങനെ ആടുന്ന് പോകുമ്പോൾ ഉപ്പ കോഴിക്കോട്
ഹൽവ മേങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് തോന്നുന്നു. അങ്ങനെ ചോറെല്ലാം വെച്ചിട്ടായിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാനും ഇപ്പോൾ ഓട്ടം കൊണ്ടുവന്ന് അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വ്യൂ ആണ് ഇത്. അങ്ങനെ ബീച്ചിലെല്ലാം പോയതിനു ശേഷം ഉമ്മാക്ക് കയ്യിൽ ക്രോക്കറിയിൽ കുറച്ച് കിച്ചൺ ഐറ്റംസ് നോക്കാൻ പോകാനുണ്ടായി. ഫസ്റ്റ് താഴെന്ന് വെച്ചിട്ട് കയറിയ പക്ഷെ അത് സൂപ്പർ മാർക്കറ്റായിരുന്നു. അങ്ങനെ അത് മീത്തേന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്ക് സൈഡിൽ കൂടിയിട്ട് നമ്മൾ മീത്തൊക്കെ പോയി. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ എത്ര പെട്ടെന്ന് പോസ്റ്റ് ആക്കുന്നതായിരിക്കും. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. ഇതുണ്ടോ ഗൈസ്, അടുക്കള കീഴടക്കിയ കൈനിൻ്റെ 3 വർഷം 70% ഓഫ്. ഇതിനാണ് 70% ഇട്ടത്. ഈ സ്പൂണിൻ്റെ സെക്ഷൻസ് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹാപ്പിയാ കോഴിക്കോടിൽ നിന്ന് നേരെ കാസർഗോഡിലേക്ക് പോവുകയാണ് ഗൈസ്. ഗൈസ് ഞമ്മ ഇപ്പൊ കണ്ണൂരെത്തി. അപ്പം എൻ്റെ കോഴിക്കോടത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ചാക്കാൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ രാത്രി ഫുഡെല്ലാം ആക്കി പരുക്കായിട്ട് കിടന്നിട്ട് ഉറങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രോക്കറിയിലത്തെ വ്ളോഗെല്ലാം ഞാൻ പെട്ടെന്ന് പോസ്റ്റ് ആക്കാൻ നോക്കും. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ദിസ് ഇസ് മീ നഹല വൈൻഡ് അപ്പിംഗ്. ബൈ ബൈ.